ആ ചേട്ടാ അത് നിർത്തെ. ഈ ഗേറ്റ് എപ്പോഴാ പൊളിഞ്ഞ്? ഇത് ഇന്നാള് രണ്ടാഴ്ചയായി. അതല്ലേ? രാത്രി ആന കടക്കാതിരിക്കാൻ വേണ്ടിട്ട്. ദേ കാണുന്ന മല കണ്ടോ? അത് കർണാടക ഫോറസ്റ്റ് ആണ്. സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ വിജേസിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് വട്ടപ്പാടി ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടി അല്ല കേട്ടോ, വട്ടപ്പാടി. അപ്പോൾ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് വട്ടപ്പാടി കാണാൻ പോവുകയാണ്. വാ, എല്ലാവരും വാ. അപ്പോൾ നമ്മുടെ ഈ വട്ടപ്പാടിയുടെ കഥ ചില ചരിത്രം പറയാതെ പൂർത്തിയാവില്ല. രണ്ടര കിലോമീറ്ററോളം ഏകദേശം കാടിന്റെ ഉള്ളിലാണ് ഈ ഗ്രാമെന്നോ കോളനിന്നോ എന്ന് പറയാവുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. മാത്രമല്ല 40ഓളം കാട്ടുനായ്ക്ക കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. കാട്ടുനായ്ക്ക എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ അതിപുരാതന ആദിവാസി വിഭാഗമാണ് അവര്. ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വട്ടപ്പാടിക്ക് ഒരു മോശം ചിത്രം ഉണ്ടായിരുന്നു. ഇന്ന് കാലം മാറി. യുവതലമുറ വന്നതോടുകൂടി ധാരാളം കലാകാരന്മാർ, പോലീസ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉള്ള സ്ഥലം, നന്മയുള്ള കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലം.
അപ്പോൾ ഇവരുടെ ഉപജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലവിഭവങ്ങൾ ശേഖരിക്കുക, അത് തേന് അങ്ങനെ മറ്റുള്ള സാധനങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്നതാണ് ഇവര് ജീവിതമാർഗം. അപ്പൊ അവരുടെ ജീവിത രീതി ഒന്ന് കാണിച്ച് നമ്മുടെ മക്കളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ കൂട്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ സുഹൃത്ത് സുകുമാരൻ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാണ്. പുള്ളി തേനെടുക്കാൻ പോകാൻ വേണ്ടി നിന്നാ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കണ്ടുകൂട്ടി. അപ്പൊ പുള്ളിനോട് ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. സുമാർജി, ഈ മാവൻ എത്ര വഴക്കുണ്ടാവും? ഒരു 200 വർഷത്തിന്റെ മേലേക്കല്ലാതെ താഴേക്ക് വരില്ല. ഇല്ല അല്ലേ? നമ്മളെ ഈ മാവ് ഇതിന്റെ ചുറ്റുവട്ടം എന്താ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇതിന്റെ ഒരു ചുറ്റിലും ഒരു വല്ലാത്തൊരു ദൈവീക അന്തരീക്ഷമാണല്ലോ. ഇതിന്റെ ഇവിടെ എന്താ പരിപാടി നടക്കുന്നത്? ഇവിടെ പരിപാടി നടക്കുന്നതെന്ന് വെച്ചാൽ മരിച്ച ആത്മാക്കളെ നമ്മൾ ആവാഹിച്ചുകൊണ്ട് ഓരോ മരച്ചൂട്ടിൽ വെക്കുന്ന ഒരു സംവിധാനമാണ് ഇത് നമുക്കുള്ളത്. പിന്നെ അതിൽ നിന്ന് ദൈവം കാണൽ ചടങ്ങ്, മൂപ്പന്മാരായിട്ടുള്ള ചടങ്ങുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ. അതായത് അവിടുന്ന് നമ്മൾ ഇതിന് നമ്മൾ സംസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഓരോ സാധനങ്ങളായിട്ട് അവിടുന്ന് നമ്മൾ കുറെ സാധനങ്ങൾ ഇവരെ ആത്മാക്കൾ എടുത്തു വരുന്നതാണ് നമ്മുടെ അഹിത്യങ്ങൾ. അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കുറെ ആൾക്കാരെ നമ്മൾ കണ്ട്, നമ്മളിപ്പോ സ്നേഹം, ഇപ്പൊ ആശാനും ഞാനും കൂട്ടുകാര്, അപ്പൊ അവരൊക്കെ കണ്ട് നമ്മളൊന്ന് സ്നേഹബന്ധത്തോടു കൂടി ആത്മാ വന്ന് ആ വായിച്ച് ഇവിടെ കൊണ്ട് വിടുവാണ്. ഓരോ മരച്ചുവട്ടില് ഈ കല്ലുകളൊക്കെ കാണുന്നതൊക്കെ ആ ഇതിൽപ്പെട്ടതാണ്. ഈ കല്ലുകൾ കാണുന്നത് ഓരോ അർത്ഥത്തിൽ ഈ കല്ലുകൾ കാണുന്നതൊക്കെ ഓരോ ആത്മാക്കളെ ആവാഹിച്ച് നിർത്തിയതാണ്. പണ്ട് മുതൽ, ആദ്യ കാലം മുതൽ നമ്മള് ചെറുകാലത്തും നമ്മുടെ അച്ഛന്റെ ചെറുകാലത്തുള്ള ആത്മാക്കളൊക്കെ ആവാഹിച്ച് ഓരോ രീതിയിൽ ഇടുന്നതാണ്. ഈ കല്ലൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന അവിടുന്ന് അത് ഇവിടുന്ന് ആവാഹിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പൊ അതില് പിന്നെ ഇപ്പൊ എന്താക്കും, ഒരു വിഷു കഴിഞ്ഞാല് നമ്മള് ഒരു ചടങ്ങുണ്ട്. ഒരു ചടങ്ങുണ്ട്. പണ്ട് മുതലൊക്കെ ചെയ്തോണ്ടിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഓൾറെഡി ആയിട്ട് അത് ഇല്ല. അപ്പൊ അന്നൊക്കെ ചെയ്തോണ്ടിരുന്ന കാലത്ത് വെച്ചാൽ ഒരു വിഷു കഴിഞ്ഞാൽ ഒരു മുറുക്കാൻ വെക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് ഇവിടെയുണ്ട്. അത് എല്ലാവർക്കും വെച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് അതിന്റെ. പിന്നെ ആശാൻ പറഞ്ഞില്ല നമ്മള് ഇവിടെ ഈ മറ്റേ പിള്ളേര് വയസ്സറിയിക്കുന്ന ഒരു കല്യാണം. അതെ, അതുകൊണ്ടല്ലേ? അതുകൊണ്ട് അതൊക്കെ ആ ചടങ്ങൊക്കെ ഇവിടെയാണ് തീർക്കുന്നത്. ഈ 2 ചടങ്ങുകൾ നമ്മൾ ഇവിടെയാണ് അതിന്റെ മെയിൻ നമ്മൾ തീർക്കുന്നത്. പൊതുസ്ഥലമായിട്ടാണ് ഇത്.
പിന്നെ 10 സെന്റാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പൊ ഇത് 10 സെന്റിൽ ഇപ്പോൾ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ പൊതുവെ ഈ ദൈവത്തിന്റെ ഒരു ഇതായതുകൊണ്ട് നമ്മൾ കുറയ്ക്കുന്നില്ല, കുറയ്ക്കുന്നില്ല. എന്നാൽ അതിന് ചിലയിടത്തൊക്കെ നമ്മളിപ്പോ ഇതിന്റെ ചുറ്റോട്ടെ ഈ മാവിന് ചുറ്റുമല്ലേ എല്ലാരും താമസിക്കുന്നത്. അതെ. അപ്പൊ നമ്മളിപ്പോ എത്ര കുടുംബം ഉണ്ടാവും ഇതിന്റെ ചുറ്റും? ഇവിടെ ഇപ്പൊ നിലവിൽ കുടുംബം ഒരുപാടുണ്ട്, 10-40 കുടുംബം ഉണ്ട്. ഓരോരുത്തർ ഓരോ വീട്ടിലൊക്കെ 2-3 കുടുംബങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ താമസം ഇപ്പൊ. അങ്ങനെ ഒരു 10-40 കുടുംബങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ അതിന്റെ ആയിട്ട് വേർതിരിച്ച് വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉഴക്കുന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. കയ്യേറ്റ ഭൂമിയിലായിട്ടും അവിടെ ഇവിടെ സർക്കാർ സ്ഥലം കൊടുക്കണം പറയുമ്പോ രാഷ്ട്രീയ കളിക്ക് വേണ്ടി കുറെ പേര് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ആശാൻ മറ്റേ തേനെടുക്കാൻ വേണ്ടി പോകാൻ നിന്നല്ലേ? അതെ അതെ അതെ. ഞാൻ പിടിച്ചു നിർത്തിയതാണ്. മറ്റേ എവിടെയാ തേനെടുക്കാൻ പോകുന്നത്? ഞങ്ങള് കാട്ടിലെന്ന് വെച്ചാല് ചില മൈസൂർ കാട്ടിൽ പോകും. മൈസൂർ കാട്ടിന്റെ അതിരാണ്, മൈസൂർ കാട്ടിലേക്ക് പോവില്ല. മൈസൂർ കാട്ടിൽ പോയാൽ അവിടെ ഭയങ്കര ഈ തോക്കും അവരൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വാച്ചർമാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോക്കല് നമ്മുടെ കേരളത്തിലുള്ള സർക്കാരുടെ അതിനീതിയിൽപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോയി 1-2 തേനെടുത്ത് നമ്മളിങ്ങനെ വരും. ഇപ്പൊ ഒരു ടീം പോയി വന്നേ 3-4 ദിവസമൊക്കെ ആവൂല പോയി വരാൻ? 3-4 ദിവസം പോരാ. ഇപ്പൊ നമ്മള് ചുരുങ്ങിയതാണ് ഇപ്പോ ഒരു 3-4 ദിവസമൊക്കെ വരുന്നത്. അല്ലെങ്കിൽ 10-15 ദിവസമൊക്കെ അവിടെ തങ്ങേണ്ട ഒരു അവസ്ഥ വരും. മാടമൊക്കെ കെട്ടി നമ്മള് പിന്നെ എല്ലാം മരത്തിന്റെ പൊക്കത്തിലാണ് താമസം. അങ്ങനെ അവിടെ പോയി നമ്മൾ പെട്ട് കുറെ ദിവസം തങ്ങും അത്. പിന്നെ സാധനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചില ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചേ കിട്ടുള്ളൂ, ചില ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് നേരത്തെ വരാം. എന്നാലും ഒരു 10 ദിവസത്തിന്റെ മേലേക്കല്ലാതെ താഴേക്ക് വരില്ല. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സംവിധാനം. നമ്മുടെ വട്ടപ്പാടിയെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ സുഹൃത്ത് എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നു. നമ്മുടെ സുഹൃത്തിന് ഒരുപാട് നന്ദി. ഓക്കെ ഓക്കെ. അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ. എങ്ങനെയുണ്ട്? എല്ലാരും കണ്ടോ? വട്ടപ്പാടിയെ കണ്ടോ? ഇഷ്ടായോ? സൂപ്പറാ. നമ്മുടെ ഈ വട്ടപ്പാടി റോഡ്, വട്ടപ്പാടിയിലേക്കുള്ള റോഡ് വരുന്നത് നമ്മുടെ പാമ്പ്ര എസ്റ്റേറ്റിനും ഇരളം ജംഗ്ഷനും ഇടയിലാണ്. അതിന്റെ ഇടയിൽ ഒരു ഇന്റർലോക്ക് വഴി ഉണ്ടാവും, കാട്ടിൽ നിന്ന്. ഇതാണ് ലൊക്കേഷൻ.